പുഷ്പ 2 സിനിമ റിലീസിന്റെ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ അല്ലു അർജുൻ സ്ഥിരം ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷയിൽ പോലീസിനോട് മറുപടി നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണ് നടൻ. കൂടുതൽ വിവരങ്ങളുമായിട്ട് കെ.വി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്താണ് ഇപ്പോൾ ഒരു സ്ഥിരം ജാമ്യത്തിലേക്ക് എത്തണം എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്? അത്തരമൊരു ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിൽ എന്ത് നിലപാടായിരിക്കും സാധാരണഗതിയിൽ വരാൻ പോകുന്നത്? മാർഷലെ രതീഷ്, നേരത്തെ അറസ്റ്റിലായതിന് തൊട്ട് പിന്നാലെ നമ്പള്ളി മജിസ്ട്രേറ്റിന് മുൻപിലാണ് അല്ലു അർജുനെ ഹാജരാക്കിയിരുന്നത്. അവിടെ മജിസ്ട്രേറ്റ് കോടതി അല്ലു അർജുന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത്. തുടർന്നാണ് തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്തത്. 4 ആഴ്ചത്തേക്കായിരുന്നു ഇടക്കാല ജാമ്യം. ഏതായാലും ഇത് സ്ഥിരം ജാമ്യമാക്കി കിട്ടണം എന്നുള്ള രീതിയിലുള്ള അപേക്ഷയാണ് നമ്പള്ളി മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ കോടതി അവരോട് മറുപടി നൽകാൻ, തെലങ്കാന പോലീസിനോട് മറുപടി നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി എതിർക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അല്ലു അർജുൻ ആണ് ഇതിന് പ്രധാന കുറ്റക്കാരൻ എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിന് കൊണ്ടുപോകാനുമൊക്കെയുള്ള നടപടികളൊക്കെ അവിടെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഈ തിയേറ്ററിലേക്ക് അനുമതിയില്ലാതെ അല്ലു അർജുൻ വന്നതാണ് നിയന്ത്രണങ്ങൾ പാളാൻ കാരണം എന്നുള്ള ഒരു പ്രതികരണമാണ് ഹൈദരാബാദ് പോലീസ് നടത്തിയതും. ഏതായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പോലീസ് എതിർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെയും നിലപാടിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം ഇന്നലെ അറിയിക്കുകയുണ്ടായി. അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള സംഘം ഈ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും പുഷ്പ 2വുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും പ്രത്യേക ഷോകൾ വേണ്ടെന്ന് വെച്ച നടപടിയൊക്കെ പുനഃപരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോടൊക്കെ മുഖം തിരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പോലീസിന്റെ ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് കർശനമായ നിലപാടാണ് അല്ലു അർജുന്റെ കേസുമായി ബന്ധപ്പെട്ട്. അവിടെ ഒരു രാഷ്ട്രീയ മാനമുള്ള സംഭവം കൂടെയാണ് അവിടെ നടന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണെങ്കിൽ, ദുരന്തം എന്ന വാക്കാൻ ഉപയോഗിക്കാൻ തോന്നുന്നു, ദുരന്തമാണെങ്കിലും പക്ഷേ രാഷ്ട്രീയമായൊരു പോരിലേക്ക് കാര്യങ്ങൾ കടന്നതോടുകൂടി സ്ഥിരം ജാമ്യം എന്ന ആവശ്യത്തെ പോലീസ് സ്വാഭാവികമായും ശക്തമായി എതിർക്കാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്.